നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടോ എന്ന് പറഞ്ഞാൽ ആരെക്കുറിച്ചെങ്കിലും ആലോചിച്ചിട്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ അപ്പോൾ തന്നെ അയാളുടെ ഒരു മെസ്സേജ് വരുന്നു. ഇനി അല്ലെങ്കിൽ ഒരാളെ വിളിക്കാൻ വേണ്ടി നമ്മൾ ഈ ഫോണിങ് എടുത്തപ്പോൾ അയാൾ ഇങ്ങോട്ട് വിളിക്കുന്നു. നിങ്ങളുടെ അനുഭവം ഉണ്ടായിട്ടുണ്ടോ? ഇനി അല്ലെങ്കിൽ ചിലപ്പോൾ ഇങ്ങനെ നോക്കി നടക്കുമ്പോൾ കാണുന്ന സ്ഥലത്തൊക്കെ എപ്പോഴും മൾട്ടിപ്പിൾ നമ്പേഴ്സ് 11 11 10 10 555 444 ഇങ്ങനെ നമ്പറുകൾ റിപ്പീറ്റ് ചെയ്ത് ഇങ്ങനെ കാണാറുണ്ടോ? ഇതൊക്കെ എന്താണ് എന്നുള്ള പല പഠനങ്ങളും ഉണ്ടെങ്കിലും അതിനെക്കുറിച്ച് ലേറ്റസ്റ്റ് ആയിട്ട് മാനിഫെസ്റ്റേഷനിൽ പറയുന്ന ശരിക്കും എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത്, പ്രകൃതിയിൽ നിന്ന് നേടണമെന്ന് ആഗ്രഹിക്കുന്നത്, നിങ്ങളുടെ ലക്ഷ്യം എന്താണോ ആ ലക്ഷ്യം നിങ്ങളിലേക്ക് വന്നു ചേരുന്നു എന്നുള്ളതിന് പ്രകൃതി തന്നെ തരുന്ന തെളിവുകളായിട്ടാണ് കുറേ കാര്യങ്ങൾ പറയുന്നത്. അതിലൊന്നാണ് നിങ്ങൾ എവിടെ നോക്കുമ്പോഴും 11 11 10 10 അതെവിടെയെങ്കിലും കാണും, വായുവിൽ കാണും, നിങ്ങൾ മൊബൈൽ തുറന്ന് അപ്പോൾ 11 11 കാണും. നിങ്ങൾ ഏതെങ്കിലും വാഹനത്തിൻ്റെ നമ്പർ നോക്കി അവിടെ കാണുന്ന വാഹനത്തിൻ്റെ നമ്പർ 11 11 ആയിരിക്കും, അല്ലെങ്കിൽ 10 10 ഏതെങ്കിലും ഒരു ഡിജിറ്റ് അങ്ങനെ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നത് നിങ്ങളിലേക്ക് വരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ഇനി അതേപോലെ ഒരാളെ വിളിക്കാൻ നോക്കുമ്പോൾ അല്ലെങ്കിൽ ഒരാളെക്കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അദ്ദേഹം ഇങ്ങോട്ട് വിളിക്കുകയോ പിന്നെ അദ്ദേഹത്തിൻ്റെ മെസ്സേജ് വരികയോ, നമ്മൾ ടെലിപ്പതി എന്ന് പറയാറില്ലേ, അങ്ങനെ എന്തെങ്കിലും സംഭവിക്കുന്നുണ്ടെങ്കിലും നിങ്ങളും ഈ പ്രകൃതിയും തമ്മിൽ അലൈൻഡ് ആണെന്ന് മനസ്സിലാക്കാം. ഇനി ഇതേപോലെ വേറെ കാര്യം എന്ന് പറയുന്നത്, ഏതെങ്കിലും ഒരു കാര്യത്തിലോ ഒരു പ്രശ്നത്തിലോ അല്ലെങ്കിൽ ആകെ എന്തപ്പോൾ ചെയ്യുക ഒരു തീരുമാനം എടുക്കാൻ പറ്റാതെ ഇങ്ങനെ നിൽക്കുകയാണ്, ആ ടൈമിന് നമ്മൾ ഫോൺ തുറന്ന ആദ്യത്തെ മെസ്സേജ് നോക്കുമ്പോൾ ഒരു മോട്ടിവേഷണൽ കോട്ടോ മറ്റോ ആണ്. അത് കൃത്യമായിട്ട് എൻ്റെ പ്രശ്നത്തിൻ്റെ പരിഹാരമായിരിക്കാം. ഇനി അല്ലെങ്കിൽ ഈ വിശ്വാസികളൊക്കെ ആണെങ്കിൽ ബൈബിൾ തുറന്നിട്ട് ആദ്യത്തെ സെൻറ്റൻസ് വായിക്കുമ്പോൾ അതെൻ്റെ പരിഹാരം, അയ്യോ ദൈവം എനിക്ക് കാണിച്ചു എന്ന് തോന്നും. ഖുർആൻ തുറന്നിട്ട് ഇങ്ങനെ നോക്കുമ്പോൾ അല്ലെങ്കിൽ മറ്റ് ഗീതയോ അങ്ങനെ എന്തെങ്കിലും തുറന്നിട്ട് ആദ്യം വായിക്കുന്ന സെൻറ്റൻസ് എൻ്റെ പ്രശ്നത്തിന് പരിഹാരമാണെന്ന് തോന്നുകയാണെങ്കിൽ, ഇനി അല്ലെങ്കിൽ ആകെ ടെൻഷൻ അടിച്ചിങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു പാട്ട് കേൾക്കുന്നു, ആ പാട്ടിലെ വരികൾ അത് എൻ്റെ പ്രശ്നത്തിന് പരിഹാരമാണ്. അങ്ങനെ വരാറുണ്ട് പലപ്പോഴും. അതും നമ്മുടെ ആഗ്രഹം സഫലമാകുന്നു എന്നതിലെ തെളിവാണ്. അവസാനമായിട്ട് ഒരു കാര്യം കൂടെ ശരിക്കും പറയാറുള്ളത്, അകാരണമായ ഭയം എന്നൊക്കെ പറയുമ്പോൾ അകാരണമായ ശാന്തി, പ്രത്യേകിച്ച് ഒന്നുമില്ല, നമുക്ക് ഭയങ്കര സമാധാനം കിട്ടുന്നു. അതിന് സാധാരണ സമാധാനം കിട്ടാൻ എന്തെങ്കിലും കാരണം വേണം. ഒരു കാരണമില്ലാതെ ഭയങ്കര കാമായിട്ട് തോന്നുകയാണെങ്കിൽ ഉറപ്പിച്ചോളൂ, നിങ്ങൾ ആഗ്രഹിച്ചതൊക്കെ നിങ്ങളിലേക്ക് വന്നു ചേരുന്നു, നിങ്ങൾ രക്ഷപ്പെടാൻ പോകുന്നു എന്നുള്ളതാണ്. നിങ്ങളുടെ അനുഭവം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റ് ചെയ്യുക. ബി പ്രാക്ടിക്കൽ ഇൻ യുവർ ലൈഫ്.